ഹായ് ഈ ഒരു സാധനം കണ്ട പിന്നെ ഇതാ ഇവിടെ ഒട്ടിച്ചൊന്ന് വായിച്ചു നോക്കിയാട്ടെ സ്വർണം വാങ്ങിയിട്ട് ബില്ലടിക്കുന്ന സമയത്തുള്ള ഫ്രീ ടൈം ഉണ്ടല്ലോ ഇതാ ഈ മിഷൻ്റെ മുകളിലൊന്ന് കയറി നിൽക്കുക വേറൊന്നുമില്ല നിങ്ങളുടെ ഫ്രീ ടൈം ചെറിയ ടൈമാണെങ്കിലും ആ ഒരു സമയം നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കയറിയാലുണ്ടല്ലോ കാല് മുതൽ തല വരെ അറിയും കേട്ടോ ഓൾ ബോഡി എക്സസൈസിന് പറ്റുന്ന ഒരു സാധനമായത് ഒരു വൈബ്രേറ്റിംഗ് മിഷനാണ് ഇത് എന്തായാലും കാലുവേദന മുട്ടുവേദനയുള്ളവർക്കൊക്കെ വളരെ ആശ്വാസമാണ് ഈ ഒരു മിഷൻ എന്നാണ് എനിക്ക് പറയാനുള്ള കഴിഞ്ഞില്ലേ നമ്മളെ ഷോപ്പിലെ അടുത്ത പരിപാടി ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ അതായത് പ്രായമുള്ള ആണുങ്ങളാണെങ്കിൽ 20 സ്കോട്ട് പെണ്ണുങ്ങളാണെങ്കിൽ 10 സ്കോട്ട് അടിച്ച് കഴിഞ്ഞാണ്ടല്ല 100 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് ഇതുപോലെ ബൈട്ടേക്ക് ചെയ്യണമെന്നാണ് നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റൂൾസ് ഞാൻ ആക്കിയിട്ടുള്ളത് പക്ഷേങ്കിൽ ഇത് സെയിൽസ്മാനും ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല എന്താ പറയുക സെയിൽസ്മാൻ്റെ ആരോഗ്യം നമുക്ക് നിർബന്ധമാണ് അതുകൊണ്ട് അവരും നിർബന്ധമായിട്ട് സ്കോട്ട് അടിക്കണം കേട്ടോ പ്രായമുള്ളവർക്കാണ് 20 സ്കോട്ട് ചെറുപ്പക്കാർക്കാണെങ്കിൽ അത് 40 സ്കോട്ടാണ് പെൺകുട്ടികളാണെങ്കിൽ അത് 30 സ്കോട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ എന്തായാലും മുട്ടുവേദന കാലുവേദന ഉണ്ടല്ല ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ ഒരിക്കലും വരില്ല എത്ര പ്രായം കഴിഞ്ഞാലും നിങ്ങളെ കാല് നല്ല ബലത്തോടെ ഉണ്ടാവും നിങ്ങൾക്ക് എവിടെ വേണ്ടിക്ക് നടക്കുക എവിടെ വേണ്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള കാര്യം സാധാരണ ഒരു ജ്വല്ലറിയിൽ സ്വർണം വാങ്ങിയല്ലേ AC-ലിരുന്നിട്ട് സ്വർണം വാങ്ങിയിട്ട് ചിരിച്ചങ്ങ് പോവുക പക്ഷെ നമ്മളെ ഷോപ്പിൽ വന്നാൽ ഇങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ എല്ലാവരും നല്ല ചിരിച്ച് എൻജോയ് ചെയ്ത് നല്ല ഉന്മേഷത്തോടെ ഫുൾ പോസിറ്റീവ് എനർജിയോടെയാണ് മടങ്ങുന്നത് നമ്മളെ ഷോപ്പിൽ നിന്ന് കേട്ടോ എന്തായാലും അവർ മടങ്ങുമ്പോൾ ആ ചെറിയ സമയം അവരുടെ ആരോഗ്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി കുറച്ച് കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളതുണ്ടല്ലോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതുകൊണ്ട് കഴിഞ്ഞില്ലേ അടുത്ത പരിപാടി സൂചി അറിയാന്ന് ഇത് മിക്ക ആൾക്കാർക്കും അറിയെങ്കിലും അറിയാത്തതൊക്കെ കൊണ്ട് ഞാൻ പറയാം അതായത് ഫസ്റ്റ് ഇയർ ഇതിൻ്റെ നടുക്കുള്ള ബ്ലാക്ക് ഡോട്ട് കൊണ്ടാളുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ബെല്ല നായിയാണ് സമ്മാനം പിന്നെയുള്ളത് ആ പുലിയാണ് സമ്മാനം പിന്നെ ചുറ്റുമുള്ള ഏതെങ്കിലും റെഡ് കൊന്നുണ്ടല്ലോ ഈ ചുമറ്റുമലുള്ള ഓരോ ഡോളിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മത്സരമാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ബെല്ല ആൾക്കാർക്കുള്ളതല്ലേ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടേ അങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ ഈ സൂചി ഇറാക്കിയിട്ടില്ല സൂചി എറിയുന്നത് ബില്ലാളാണ് അടുത്ത നമ്മളെ ഷോപ്പിലുള്ള പരിപാടി എന്ന് അറിയുക ഇതാ ഒരു എയർ കൂളർ വാങ്ങിനെ ഇത് നമുക്ക് കാറ്റോളാനല്ലേ നമ്മളെ ഷോപ്പിൻ്റെ മുമ്പിലാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ വെക്കുന്ന നാട്ടുകാർക്ക് കാറ്റോളാൻ വേണ്ടി നമ്മൾ വാങ്ങിയ എയർ കൂളറാണ് ഇത് മഴക്കാലമായതുകൊണ്ട് അതിപ്പെടുത്താത്ത വെച്ചിട്ടാവുള്ള വേലിക്കാലാകുമ്പോൾ നമ്മളടുത്ത് പുറത്ത് വെക്കും കേട്ടോ ഇനി അടുത്തൊരു സംഭവം കൂടി ഉണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം ഇതാ നോക്കിയേ ഇതാ ഈ ഒരു മിഷനാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച മിഷനെക്കാട്ടും ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ ഇത് വാങ്ങി എന്തിനാ അറിയുക ഇത് നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി വാങ്ങിയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്ക് ഇവിടെ കയറി നിൽക്കാൻ പറ്റും അതുപോലെ വൈകുന്നേരം വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കുന്നവരുണ്ട് അവർ നടന്ന് കയറ്റുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി കയറിയാലുണ്ടല്ലോ അവരെ വ്യായാമം ഏതാണ്ട് കംപ്ലീറ്റ് ആവുന്നതാണ് പിന്നെ നമ്മളെ കസ്റ്റമറും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കലുണ്ട് പിന്നെ ഇതാ ഇവരുണ്ടല്ലോ സ്ഥിരം ഇതിനായിട്ട് നമ്മളെ ഷോപ്പിൽ വരുന്ന ആളാണ് എന്തായാലും വളരെയധികം സന്തോഷം വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ ആരോഗ്യത്തിനും വ്യായാമത്തിനുണ്ടല്ലോ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ പൊതുവെ നമ്മളെ കേരളത്തിൽ സത്യം പറയല്ലോ വ്യായാമത്തിനൊന്നും അത്ര പ്രാധാന്യം ഗവൺമെൻറ് തലത്തിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനിതിലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല നമ്മളെ ബിസിനസ്സിലെ ലാഭത്തിൻ്റെ ഒരംശം നമുക്ക് നമ്മുടെ കസ്റ്റമറെ ആരോഗ്യത്തിന് അല്ലെ ജനങ്ങളിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ചിലവാക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലല്ല എന്തായാലും ഇത് ഷെയർ ചെയ്യണേ വേറൊന്നുമല്ല ഇത് മറ്റുള്ളവരിലും എത്തട്ട് എല്ലാവരിലും ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ എനക്കുള്ള ചിന്തയായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് അവരിൽ ഇതിനെക്കാട്ടിയും വലിയ വലിയ ചിന്തകളുണ്ടാവും അങ്ങനെ ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളുണ്ടല്ല ഇതുപോലെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താലുണ്ടല്ല നമ്മൾ ഈ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി മാറും ടൂറിസം കേരളത്തിൽ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണെങ്കിലുണ്ടല്ല അതിൻ്റെ കൂടെ ഈ ആരോഗ്യം വ്യായാമം എന്നുള്ള സംഗതി കൂടി ഉണ്ടെങ്കിലല്ല ഞാൻ പറയാം ഈ കേരളം ഉണ്ടല്ലോ ലോക ശ്രദ്ധ നേടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം ഞാനേ എൻ്റെ ജ്വല്ലറിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞപ്പോഴല്ല എന്നെ എല്ലാവരും കളിയാക്കിയത് എൻ്റെ സെയിൽസ്മാൻമാർ കളിയാക്കിനി എന്തിലധികം പറയുന്നത് എൻ്റെ ഭാര്യ എന്നെ കളിയാക്കിയതാണ് പക്ഷെങ്കിലോ ഇപ്പോൾ നോക്കിയാട്ടെ എല്ലാവരും വലിയ സപ്പോർട്ടാണ് എനിക്ക് തരുന്നത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ബിസിനസ്സുകാരോ കച്ചവടക്കാരോ ആരായിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന നല്ല നല്ല ആശയങ്ങൾ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ എതിർപ്പൊന്നും നോക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ല അതെന്തായാലും സക്സസ് ആയിരിക്കും ഭാവിയിൽ
എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമായി മാറും. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളിത് ഷെയർ ചെയ്യുക. എന്തായാലും ഞാനായിട്ട് ഈ രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളും എന്തെങ്കിലുമൊക്കെ വ്യായാമത്തിന് വേണ്ടി ചെയ്യുക. അത് കണ്ട് മറ്റുള്ളവരും പഠിക്കും, മറ്റ് നാട്ടുകാരും പഠിക്കും, ലോകം തന്നെ നമ്മളെ കണ്ട് പഠിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഹോസ്പിറ്റലുകളും കൂടുതൽ രോഗികളും കേരളത്തിലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നമുക്കതൊന്ന് തിരുത്തി കുറിക്കണം. കാരണം കേരളത്തിൽ ഇനി രോഗം ഉണ്ടാവാനേ പാടില്ല. പ്രായമായി കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ കേരളത്തിന് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.